മക്കളെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ശ്രീമുരുകൻ്റെ ജന്മകഥയായിരുന്നു. യുധിഷ്ഠിരൻ ആവശ്യപ്പെട്ട പ്രകാരം മാർക്കണ്ഡേയ മഹർഷി ആ കഥ വിവരിച്ചു. അഗ്നിദേവൻ്റെ ഭാര്യയായ സ്വാഹ സപ്തർഷിമാരുടെ പത്നിമാരിൽ അരുന്ധതി ഒഴികെയുള്ളവരുടെ വേഷത്തിൽ അഗ്നിദേവനെ പ്രാപിച്ചതും അഗ്നിദേവൻ്റെ 6 ശക്തികൾ ഒരു സ്വർണ്ണപാത്രത്തിൽ സൂക്ഷിച്ചു വെച്ച് അതിൽ നിന്നും ഒരു ശിശു ജനിക്കുകയും അവന് സ്കന്ദൻ എന്ന് പേർ നൽകുകയും ചെയ്തു. ജനിക്കുമ്പോൾ ആ ശിശുവിന് 6 മുഖങ്ങളും 12 കൈകളും ഉണ്ടായിരുന്നു. ആ ശിശു വളരെ വേഗം വളർന്ന് ഒരു യുവാവായി തീർന്നു. സ്കന്ദന് സുബ്രഹ്മണ്യൻ, മുരുകൻ, ഷൺമുഖൻ, ആറുമുഖൻ, വടിവേലൻ എന്നൊക്കെ ഓരോരോ അവസരങ്ങളിൽ പിന്നീട് പേരുകൾ ഉണ്ടായി. സുബ്രഹ്മണ്യൻ്റെ ആയുധം ശക്തി എന്ന പേരുള്ള ഒരു വേൽ അഥവാ കുന്തമായിരുന്നുവെന്ന് അറിയാമല്ലോ. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബ്രഹ്മാവ് സുബ്രഹ്മണ്യനെ സന്ദർശിച്ച് അയാളുടെ ജന്മരഹസ്യം വെളിപ്പെടുത്തി. പരമശിവൻ്റെയും പാർവതീദേവിയുടെയും ശക്തികൾ യഥാക്രമം അഗ്നിയിലും സ്വാഹയിലും ആവേശിച്ചു നിന്നിരുന്ന സമയത്താണ് മുരുകൻ ജനിച്ചത്. തുടർന്ന് മുരുകൻ തൻ്റെ ശക്തി കൊണ്ട് ദേവന്മാരെ സഹായിക്കുന്നതിനായി അസുരവംശത്തിനെ സംഹരിക്കുകയും അദ്ദേഹം ദേവസൈന്യത്തിൻ്റെ തലവനായി തീരുകയും ചെയ്തു. ഈ സമയത്ത് ദേവേന്ദ്രൻ തൻ്റെ സഹോദരിയായ ദേവസേനയെ മുരുകന് വിവാഹം കഴിച്ച് കൊടുത്തു. ദേവലോകത്തിന് ഭീഷണിയായിരുന്ന മഹിഷാസുരനെയും കിങ്കരന്മാരെയും സ്കന്ദൻ സംഹരിച്ച് ദേവലോകത്തിന് സമാധാനം ഉണ്ടാക്കിക്കൊടുത്തു. ഇത്രയും കഥകളാണ് നമ്മൾ പറഞ്ഞത്. യുധിഷ്ഠിരനും പാണ്ഡവരും മാർക്കണ്ഡേയ മഹർഷിയുടെ കഥകൾ കേട്ട് വളരെയേറെ സന്തുഷ്ടരായി. തുടർന്ന് മാർക്കണ്ഡേയ മഹർഷിയും നാരദനും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ആ സമയത്ത് ആശ്രമത്തിന് പുറത്ത് പാഞ്ചാലിയും ശ്രീകൃഷ്ണൻ്റെ പത്നിയായ സത്യഭാമയും കുശലപ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അവർ കുരുവംശത്തിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി വളരെ നേരം സംസാരിച്ചു. അപ്പോൾ സത്യഭാമ ഒരു സംശയം ഉന്നയിച്ചു. ജ്യേഷ്ഠത്തി, അവിടത്തേക്ക് 5 ഭർത്താക്കന്മാരുണ്ട്. ഇവരെ 5 പേരെയും ഒരുപോലെ പരിചരിക്കുവാൻ എങ്ങനെ കഴിയുന്നു? ജ്യേഷ്ഠതയ്ക്ക് പ്രത്യേകമായ വല്ല പരിശീലനവും കിട്ടിയിട്ടുണ്ടോ? അതോ എന്തെങ്കിലും മന്ത്രതന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ടോ? ദ്രൗപദി പറഞ്ഞു, അതിന് പ്രത്യേകമായ പരിശീലനമോ മന്ത്രതന്ത്ര പ്രയോഗങ്ങളോ ആവശ്യമില്ല. എല്ലാവരെയും സ്നേഹിക്കുക, ആരോടും പക്ഷഭേദത്തോടെ പെരുമാറാതിരിക്കുക, അവരുടെ ആഗ്രഹം എന്തെന്ന് മുൻകൂട്ടി അറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ആരും നമ്മളെ കുറ്റപ്പെടുത്താൻ അവസരം ഉണ്ടാകാതിരിക്കുക. അതാണ് ഞാൻ ചെയ്യുന്നത്. അതിന് സ്നേഹം നിറഞ്ഞൊരു മനസ്സ് ഉണ്ടായാൽ മതി. ഭാമ ഇതെല്ലാം അത്ഭുതത്തോടെ കേട്ടിരുന്നു. അപ്പോഴേക്കും ദ്വാരകയിലേക്ക് മടങ്ങാൻ പാണ്ഡവരുടെ അനുവാദവും വാങ്ങി ശ്രീകൃഷ്ണൻ എത്തി. അദ്ദേഹം ഭാമയെയും കൂട്ടി മടങ്ങിപ്പോയി. പാണ്ഡവർ പിന്നെയും വനത്തിൽ തന്നെ തുടർന്നു. വനത്തിലെ കഠിനമായ തണുപ്പും ചൂട് കാറ്റും കാരണം അവർ വല്ലാതെ ബുദ്ധിമുട്ടി. അതിനാൽ വനത്തിൻ്റെ മറ്റൊരു ഭാഗത്തുള്ള ഒരു തടാകത്തിൻ്റെ കരയിൽ ഒരു പർണശാല ഉണ്ടാക്കി. എന്നിട്ട് അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയെല്ലാം മടക്കി അയച്ചു. പിന്നീട് പാണ്ഡവരെല്ലാവരും കൂടെ ചേർന്ന് പർണശാലയിൽ താമസമാക്കി. ഇടയ്ക്കൊക്കെ അവരെ സന്ദർശിക്കുവാൻ എത്തുന്ന ബ്രാഹ്മണരെ യുധിഷ്ഠിരൻ യാതൊരു മടിയും കൂടാതെ സൽക്കരിച്ചു. ആ ഇടയ്ക്ക് വാചാലനായ ഒരു ബ്രാഹ്മണൻ പാണ്ഡവരെ സന്ദർശിച്ചു. വാചാലൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വളരെ വളച്ചു കെട്ടി ധാരാളം സംസാരിക്കുന്ന സ്വഭാവക്കാരെയാണ് ഇപ്രകാരം വിളിക്കുക. നമ്മുടെ സാധാരണ ഭാഷയിൽ വായാടി എന്ന് പറയാം. ഇതിൻ്റെ വിപരീത സ്വഭാവമുള്ളവരെ മിതഭാഷിയെന്നോ വാഗ്മിയെന്നോ ഒക്കെ പറയാറുണ്ട്. മിതഭാഷി എന്നാൽ കാര്യം മാത്രം പറയുന്ന സ്വഭാവക്കാരാണ്. അവർ ഒരു കാര്യത്തിലേക്ക് നേരിട്ട് എത്തും. ഒരുപാട് ചുറ്റിവളച്ച് സംസാരിക്കാറില്ല. വാഗ്മികൾ അവരുടെ അറിവും അനുഭവവും മുൻനിർത്തിക്കൊണ്ട് ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ സംസാരിക്കുന്നവരാണ്. ഇവരും കൂടുതലായി സംസാരിക്കുന്ന സ്വഭാവം ഉള്ളവരായിരിക്കില്ല. പോകട്ടെ, നമുക്ക് പാണ്ഡവരെക്കുറിച്ച് പറയാം. പാണ്ഡവരെ സന്ദർശിച്ച ബ്രാഹ്മണൻ അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതെല്ലാം ഹസ്തിനപുരത്ത് ധൃതരാഷ്ട്രരെ അറിയിച്ചു. പാണ്ഡവരുടെ താമസ സ്ഥലവും അവരുടെ കഷ്ടപ്പാടുകളുമെല്ലാം വിശദമായി പറഞ്ഞു. ഇതറിഞ്ഞ് ധൃതരാഷ്ട്രക്ക് വലിയ ദുഃഖം തോന്നി. അദ്ദേഹം പറഞ്ഞു, കഷ്ടം തന്നെ. കള്ളച്ചൂതിലൂടെ പാണ്ഡവരുടെ സമ്പത്തെല്ലാം ശകുനിയും കൂട്ടരും തട്ടിയെടുത്തു. ആ വിവരം പാണ്ഡവർക്കറിയാം. പുത്രസ്നേഹം കൊണ്ട് എനിക്കുണ്ടായ ഭ്രമത്തിൽ
ഞാൻ ശകുനിയെയും കൂട്ടരെയും സഹായിച്ചുവെന്നും പാണ്ഡുവിൻ്റെ മക്കൾക്ക് ബോധ്യമുണ്ട്. യുധിഷ്ഠിരൻ സുമനസ്സാണ്. ഒരിക്കലും പക അയാളുടെ മനസ്സിൽ ഉണ്ടാവുകയില്ല. അർജുനൻ ജ്യേഷ്ഠൻ്റെ വാക്കുകൾക്ക് എതിരായി പെരുമാറുകയില്ല. പക്ഷേ ഭീമസേനൻ അങ്ങനെയല്ല. ഇത്രയും നാളത്തെ കഷ്ടപ്പാടുകൾ അയാളുടെ മനസ്സിൽ തീജ്വാല പോലെ കത്തുന്നുണ്ടാകും. പക്ഷേ അതൊന്നും ദുര്യോധനനും കർണനും ശകുനിയും ദുശാസനനും ഒന്നും ചിന്തിക്കുന്നില്ല. ഇവരുടെ ബുദ്ധി മരവിച്ചു പോയോ? പാണ്ഡവരുടെ ഉള്ളിലെ പക വംശനാശത്തിൽ ചെന്നെത്തുമെന്ന് ചിന്തിക്കാത്ത ഇവർ മന്ദബുദ്ധികളായി പോയല്ലോ. ശകുനി ചൂതിൽ കാണിച്ച ചതി ഒരിക്കലും ക്ഷമിക്കാവുന്നതല്ല. എന്നിട്ടും പാണ്ഡവർ അയാളെ വധിക്കാതിരിക്കാനുള്ള സന്മനസ് കാണിച്ചു. ദുര്യോധനോടുള്ള എൻ്റെ പുത്രസ്നേഹം കുലനാശത്തിന് കാരണമാകും. ഇനി എന്തെല്ലാം കാണണം? അർജുനന് തുല്യനായ ഒരു വില്ലാളി ഈ ഭൂമിയിലില്ല. അയാളുടെ ഗാന്ധീവം അതിശക്തിയുള്ളതാണ്. പോരെങ്കിൽ ധാരാളം ദിവ്യാസ്ത്രങ്ങൾ അയാൾ വശമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നേരിടാൻ കഴിവുള്ളവർ ആരുണ്ട്? ധൃതരാഷ്ട്രർ പറഞ്ഞതെല്ലാം ശകുനി മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ കർണനെയും കൂട്ടി ദുര്യോധനൻ്റെ അടുത്തെത്തി സംഭവങ്ങളെല്ലാം വിവരിച്ചു പറഞ്ഞു. ദുര്യോധനനെ പിതാവിൻ്റെ വാക്കുകൾ നിരാശപ്പെടുത്തി. ഒടുവിൽ ശകുനിയും കർണനും കൂടി അയാളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ശകുനി പറഞ്ഞു, നീ ഇങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ കയ്യൂക്കുകൊണ്ടാണ് എല്ലാം നേടിയത്. നോക്കൂ, മറ്റു രാജാക്കന്മാർ നിനക്ക് കപ്പം തരുന്നു. അവരെ നിൻ്റെ ശക്തി കൊണ്ടാണ് സാമന്തന്മാരാക്കിയത്. അതുപോലെ നിൻ്റെ ശക്തി കൊണ്ട് ജയിക്കണം. എന്നിട്ട് യഥേഷ്ടം രാജ്യം ഭരിക്കണം. പണ്ട് പാണ്ഡവരുടെ ആശ്രിതരായിരുന്ന രാജാക്കന്മാർ ഇപ്പോൾ നിന്നെ ആശ്രയിക്കുന്നു. പണ്ട് പാണ്ഡവരുടെ അധീനതയിലായിരുന്ന രാജകീയ ഐശ്വര്യങ്ങളെല്ലാം ഇന്ന് നിനക്ക് അധീനമാണ്. അവരിപ്പോൾ ദ്വൈതവനത്തിൽ ഒരു തടാകത്തിൻ്റെ കരയിൽ ഒരു പർണശാല കെട്ടി അവിടെ താമസമാക്കിയിരിക്കുന്നുവെന്ന് ഒരറിവുണ്ട്. ഇപ്പോൾ നീ എല്ലാ രാജകീയ പ്രൗഢിയോടും കൂടി അവർക്ക് മുന്നിലൂടെ നടക്കണം. നിന്റെ രാജ്ഞിമാർ സർവാഭരണ വിഭൂഷിതരായി വിശേഷപ്പെട്ട വാഹനങ്ങളിൽ അവർക്ക് മുന്നിലൂടെ പോയാൽ പാഞ്ചാലിയുടെ മനസ്സ് തകർന്നു പോകും. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, കർണ, ഈ പറഞ്ഞത് ഞാൻ പലവട്ടം ആലോചിച്ചതാണ്. കാട്ടിന് നടുവിൽ മരവുരിയെടുത്ത് അലയുന്ന പാണ്ഡവരെ ഒന്ന് തകർക്കാനെങ്കിലും കഴിയണം. മരവുരിയും കാഷായവും അണിഞ്ഞ് നടക്കുന്ന പാഞ്ചാലിയുടെ നിരാശ കലർന്ന മുഖം എനിക്കൊന്ന് കാണണം. പക്ഷേ ദ്വൈതവനത്തിലേക്ക് പോകാൻ മഹാരാജാവ് അനുവാദം തരില്ല. ചോദിച്ചാൽ ഇപ്പോൾ എന്തിനവിടേക്ക് പോകുന്നുവെന്ന ചോദ്യമാകും ഉണ്ടാകുക. അതിനൊരു വഴി കണ്ടെത്തണം. ദുര്യോധനൻ ശകുനിയോട് പറഞ്ഞു, മാതുല, അങ്ങ് ദുശാസനനുമായി കൂടിയാലോചിച്ച് ഇതിനൊരു വഴി കണ്ടെത്തണം. ഇത്രയും പറഞ്ഞിട്ട് തൽക്കാലം അവർ പിരിഞ്ഞു. അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ ശകുനിയും കർണനും ദുര്യോധനൻ്റെ മുന്നിലെത്തി. കർണൻ പറഞ്ഞു, ദുര്യോധന, നമുക്ക് ദ്വൈതവനത്തിലേക്ക് പോകാൻ ഒരു മാർഗം തെളിഞ്ഞിട്ടുണ്ട്. അവിടെയാണല്ലോ കുരുവംശത്തിൻ്റെ ഗോശാല. അവിടുത്തെ ഗോപാലകന്മാർ നമ്മെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് മഹാരാജാവിനെ ധരിപ്പിക്കണം. അപ്പോൾ പിന്നെ എന്തിനു പോകുന്നു എന്നൊരു ചോദ്യം ഉണ്ടാകില്ല. ശകുനിയും അതിനെ പിന്താങ്ങി. ഈ ഒരു ഉപായം എനിക്ക് വളരെ ബോധിച്ചു. ഇത് കേട്ടാൽ ദ്വൈതവനത്തിലേക്ക് പോകരുതെന്ന് പറയാൻ മഹാരാജാവിന് ഒരിക്കലും കഴിയില്ല. ദ്വൈതവനത്തിലാണ് നമ്മൾ പോകുന്നതെന്നറിഞ്ഞാൽ ചിലപ്പോൾ പാണ്ഡവരുടെ ക്ഷേമം അന്വേഷിച്ച് വരുവാനുള്ള ചുമതല നമ്മളെ ഏൽപ്പിക്കും. അങ്ങനെ ആയാൽ വനത്തിലേക്കൊരു ഘോഷയാത്ര നടത്തുന്നു എന്ന വ്യാജേന നമുക്ക് അവിടേക്ക് പോകുവാനും സാധിക്കും. ഇപ്രകാരം തീരുമാനിച്ച് അവർ ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് പോയി. ഇവർ രാജാവിൻ്റെ മുന്നിലെത്തിയപ്പോൾ പദ്ധതി നടപ്പാക്കാൻ നേരത്തെ പഠിപ്പിച്ചു നിർത്തിയിരുന്ന സമാനൻ എന്ന ഗോപാലകൻ രാജസദസ്സിലെത്തിയിട്ട് പറഞ്ഞു, മഹാരാജാവേ, കൊട്ടാരവകയായ പശുക്കൾ ഇവിടെ അടുത്തുള്ള വനത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ശകുനി പറഞ്ഞു, മഹാരാജാവേ, കൊട്ടാരം വക ഗോക്കളുടെ കണക്കെടുക്കുവാൻ ഇതാണ് പറ്റിയ സമയം. പശുക്കളുടെയും അവയുടെ കിടാങ്ങളുടെയും നിറം, ഇനം, പ്രായം എന്നിവ നിർണയിച്ച് രേഖപ്പെടുത്തി വയ്ക്കേണ്ടതാണ്. അതിനായി അങ്ങ് ദുര്യോധനെ നിയോഗിക്കണം. അവന് അതിനുള്ള അനുവാദം കൊടുത്താലും. ഇത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു, പശുക്കളുടെ കണക്കെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പാണ്ഡുപുത്രന്മാർ ഇപ്പോൾ ദ്വൈതവനത്തിലെവിടെയോ താമസിക്കുന്നുണ്ടെന്ന് ഒരറിവുണ്ട്. അതുകൊണ്ട് നിങ്ങളെ അങ്ങോട്ട് അയക്കാൻ നിർവാഹമില്ല. നിങ്ങൾ അവരെ ചൂതുകളിലൂടെ ചതിയിൽപ്പെടുത്തി. ശകുനി കളിച്ചത് കള്ളച്ചൂതാണെന്ന് എല്ലാവർക്കും അറിയാം. ദ്വൈതവനത്തിൽ വെച്ച് പാണ്ഡവരെ കണ്ടാൽ നിങ്ങൾ പ്രകോപനമുണ്ടാക്കുമെന്ന് ആരാണ് ചിന്തിക്കാത്തത്? വനവാസകാലത്ത് അവർ തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. അതിലൂടെ അവർ കൂടുതൽ ശക്തി നേടിയിട്ടുണ്ട്. ആ ശക്തി കൊണ്ട് അവർ നിങ്ങളെ ഭസ്മമാക്കി കളയും. മാത്രവുമല്ല, അർജുനൻ കൂടുതൽ ശസ്ത്രാസ്ത്ര വൈഭവം നേടിയിരിക്കുന്നു.
നിങ്ങൾ എണ്ണത്തിൽ അവരെക്കാൾ കൂടുതലാണ്. ആ ശക്തി ഉപയോഗിച്ച് പാണ്ഡവരെ അമർച്ച ചെയ്യാൻ ശ്രമിച്ചാൽ പ്രജകളത് ക്ഷമിച്ചുവെന്ന് വരില്ല. ആ ശക്തിക്ക് മുന്നിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതൊക്കെ കൊണ്ടാണ് നിങ്ങളിപ്പോൾ ദ്വൈതവനത്തിൽ പോകരുതെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത്. പശുക്കളുടെ കണക്കുകൾ വിശ്വസ്തരായ സേവകരെ കൊണ്ട് എടുപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ശകുനി പറഞ്ഞു, സത്യത്തിൽ പശുക്കളുടെ കണക്കെടുക്കണം എന്നേ ഞങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ. പാണ്ഡവർ ദ്വൈതവനത്തിൽ താമസിക്കുന്ന കാര്യം ഞങ്ങൾ ഇപ്പോൾ മാത്രമാണ് അറിയുന്നത്. അവർ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവരെ കാണാൻ ഉദ്ദേശമേ ഇല്ല. ഞങ്ങൾ അവരുള്ള ഭാഗത്തേക്ക് പോകാതിരിക്കാം. എങ്കിലും ഈ യാത്രയ്ക്കുള്ള അനുവാദം ഞങ്ങൾക്ക് തരണം. ഇതാണ് എൻ്റെ അഭ്യർത്ഥന. ശകുനിയുടെ വാക്കുകൾ ധൃതരാഷ്ട്രർക്ക് വിശ്വാസമായില്ല. എങ്കിലും ദുര്യോധനോടുള്ള പുത്രവാത്സല്യത്താൽ അദ്ദേഹത്തിന് മകൻ്റെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ദ്വൈതവനത്തിലേക്ക് പോകാൻ അനുവാദം ലഭിച്ചപ്പോൾ മുതൽ എല്ലാവരും യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അടുത്ത ദിവസം തന്നെ ദുര്യോധനൻ യാത്ര പുറപ്പെട്ടു. കർണൻ, ശകുനി, ദുശാസനൻ എന്നിവരെ കൂടാതെ ദുര്യോധനൻ്റെ സഹോദരന്മാരായ കുറേ പേർ കൂടി സംഘത്തിൽ ചേർന്നു. ആയിരക്കണക്കിന് സ്ത്രീകൾ ധാരാളം ആഭരണങ്ങളും മനോഹരമായ വസ്ത്രങ്ങളും ധരിച്ച് അകമ്പടി സേവിച്ചു. 8,000 രഥങ്ങൾ, 30,000 ആനകൾ, 9,000 കുതിരകൾ, എണ്ണമറ്റ കാലാൾ സേന എന്നിങ്ങനെ വിപുലമായ ഒരു സൈനിക വ്യൂഹവും യാത്രയെ അനുധാവനം ചെയ്തു. ആഹാരസാധനങ്ങൾ, വസ്ത്രങ്ങൾ, ആയുധങ്ങൾ എന്നിവയുടെ അസംഖ്യം ചുമടുകൾ നിറച്ച കാളവണ്ടികൾ, കച്ചവടക്കാർ ഒക്കെ ആ ഘോഷയാത്രയുടെ പിന്നിൽ അണിനിരന്നു. യാത്രക്കിടയിൽ അവർ പലയിടത്തും താവളമടിച്ചു. കുറച്ച് ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ സംഘം ദ്വൈതവനത്തിൽ എത്തിച്ചേർന്നു. അവർ പശുക്കളുടെ വാസസ്ഥലം കണ്ടെത്തി. ആ വനത്തിൽ കുറേ ദിവസം താമസിക്കാം എന്ന ഉദ്ദേശത്തോടെ അവരവിടെ ധാരാളം വാസസ്ഥലങ്ങൾ പണിതുയർത്തി. ദുര്യോധനൻ പശുക്കളുടെ കണക്കെടുപ്പ് തുടങ്ങി. പശുക്കൾ, കുട്ടികൾ എന്നിങ്ങനെ ആദ്യം തരംതിരിച്ചു. പശുക്കളെ കറവയുള്ളവയെന്നും ഇല്ലാത്തവയെന്നും വീണ്ടും വേർതിരിച്ചു. പശുക്കുട്ടികളെ 3 വർഷം പ്രായമുള്ളവയെന്നും അതിലും താഴ്ന്നവയെന്നും തിരിച്ച് മാറ്റി നിർത്തി. ആ ജോലികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ദുര്യോധനൻ വനത്തിൽ ഉല്ലാസയാത്രയ്ക്ക് ഇറങ്ങി. അവിടെയുള്ള തീർത്ഥാടനങ്ങൾ എല്ലാം സന്ദർശിച്ചു. ആ സമയത്ത് യുധിഷ്ഠിരൻ ഒരു പകൽ കൊണ്ട് അവസാനിക്കുന്ന രാജർഷി യജ്ഞം നടത്തുകയായിരുന്നു. ആ പ്രദേശത്ത് തന്നെ ഒരു കേളീഗ്രഹം നിർമ്മിക്കുവാൻ സേവകന്മാരോട് ദുര്യോധനൻ ആജ്ഞാപിച്ചു. സേവകന്മാർ ദ്വൈതവനത്തിലെ തടാകക്കരയിൽ ഒരു വീട് നിർമ്മിക്കുവാൻ ആവശ്യമായ സാധനങ്ങളുമായി പുറപ്പെട്ടു. ഈ സമയത്ത് അവിടുത്തെ തടാകത്തിൽ ചിത്രരഥൻ എന്ന ഗന്ധർവ രാജാവ് അപ്സര സ്ത്രീകളോടും തൻ്റെ അനുചരന്മാരോടും ഒത്ത് ജലക്രീഡകൾക്കായി അവിടെ എത്തിയിരുന്നു. ആ ഗന്ധർവന്മാർ ദുര്യോധനൻ്റെ അനുയായികളെ തടഞ്ഞു. ആ ഗന്ധർവന്മാർ അപ്പോൾ ആ തടാകത്തെ വളഞ്ഞ് നിൽക്കുകയായിരുന്നു. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.